വെണ്ണ വരട്ടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ 7 അയല ഓടും. അല്ലല്ല, അവളുടെ മുടിക്ക് പണ്ടേ അങ്ങനത്തെ ഒരു കളറാ. കണ്ടോ, കളർ അങ്ങനെയാണ്. പക്ഷെ എന്തോരം മുടി കുഴിച്ചിട്ട് ഇറങ്ങുമ്പോ കാണണം കുളിമുറിയിൽ മുടി കിടക്കണത്. മാമി എണ്ണ വരട്ടിയല്ലേ മാമി എനിക്ക് കുരു വന്നത്. ആണ് കണ്ടോ, ഇപ്പൊ അത് കാരണം നല്ല മാറ്റമുണ്ട്. ഇല്ല എണ്ണില്ലാത്തോണ്ട്. ഇതെന്തോ പേൻ നശീകരണ സേവനകാരോ? വെറുതെ വർത്താനം പറഞ്ഞിരുന്നതാ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം കനക സാറിന്റെ അടുത്ത് തന്നെ പറയുകയും ചെയ്തായിരുന്നു. പറഞ്ഞായിരുന്നു. ഞാൻ 2-3 എടുത്ത് തിരക്കിയിരുന്നു. അന്നേരം സാറിനെ കാണാൻ പറ്റിയില്ല. ഏതായാലും ഒന്ന് സംസാരിക്കണം കേട്ടോ, ഒന്നിനും മടിക്കാത്ത ആൾക്കാരാ. അവര് പോലീസുകാർ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. ആണല്ലേ. മീനൊക്കെ തീർന്നു ചേച്ചി? നാളെ വരത്തില്ലേ? നാളെ വരും ഉറപ്പായിട്ടും വരും. ശരി പോട്ടെ. ഈ ചേട്ടനോട് ഭയങ്കര സ്നേഹമാ. ലില്ലേ, ആ പോയ മീൻകാരനല്ലേ പറഞ്ഞു കനകനെ തള്ളാൻ ആള് നിൽക്കണ കാര്യം? അതിന് അവനെ കണ്ടിട്ടൊന്ന് ചോദിക്കാറുണ്ട് അവരെവിടെ താമസിക്കുന്നത്. ആരാന്ന് അറിഞ്ഞിട്ട് വേണം അങ്ങോട്ട് എന്നിട്ട് കുത്തു മേടിക്കാൻ. ഒന്ന് പോടി അവിടുന്ന്. കണക്കിന്നത് വരെയായിട്ട് അറിയില്ല. അതാ ഈ ഗിരിരാജൻ ഇന്ന് വരെ ആരെയൊന്നും തല്ലുകൊണ്ടിരില്ല. കണക്കിനെ കൊടുത്തിട്ടുള്ളൂ. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം. എന്തോത്തിനുള്ള പുറപ്പാടാ? അമ്മാവന്റെ പുറകെ അടുത്ത ആള് പോകേണ്ടി വരും. ഇവിടെ നിക്കുന്ന കണ്ട് പുറത്തോട്ടെങ്ങാനും പോയതായിരിക്കും. എനിക്ക് തോന്നുന്നു മറ്റേ ഇതിന് വേണ്ടിട്ട് പോയതാണെന്ന് തോന്നുന്നു. എടാ, നിന്നെ അടിക്കാൻ വേണ്ടിട്ട് മറ്റേ മയക്കുമരുന്നിലെ പിള്ളേരുടെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ കാര്യം എന്താ അന്വേഷിക്കാനായിട്ടാന്ന് തോന്നുന്നു. അതെനിക്കറിയില്ല. അവരുടെ അടുത്തോട്ടായിരിക്കുമല്ലോ പോയേക്കുന്നത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമല്ലേ ഇതൊക്കെ? എന്തിനാണ് ആവശ്യമില്ല ബന്ധുക്കളുടെ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ ഇടപെടാതിരുന്ന പിന്നെ ബന്ധുക്കാർ ഇടപെടണ്ടേ? ഡിപ്പാർട്ട്മെന്റാന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യം. എന്തേ വീണ വീണ? നീ കഞ്ചാവ് കേസിൽ പിടിച്ചില്ലേ? അവരെല്ലാരും കൂടി എന്നെ തല്ലണ, എന്നെ ചവിട്ടി കൂട്ടി. ഞാന് നിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി പോയതാണ്. അത് പോലീസുകാരല്ലേ, ഞങ്ങൾ ചോദിച്ചോളല്ലോ. എന്നെ നീ നാട്ടിലെ കണ്ട കുടലെടുക്കുന്ന പറഞ്ഞു കിഴിച്ചാ പെട്ടിയെടുക്കണി പോവാൻ. എന്റെ മരുവനാണ്. അവരുടെ കാര്യം പറയാൻ പോയപ്പോ അതിലൊരു അമ്മാവ, നിങ്ങൾ എന്തൊരു ഇടിയാ വാങ്ങിച്ചു കൂട്ടിയത്? എത്ര നേരം ഞാൻ അവിടെ കിടന്ന് കൈയും കലാശം കാണിച്ചു. നീ അവിടെ ഞാനല്ലേ അവിടെ കുറെ നേരമായിട്ട് കൈ കലാശം കാണിച്ച് കേറെന്ന് പറഞ്ഞു കേൾക്കണ്ടേ? അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും കൊല്ലാൻ വേണ്ടി എന്തോ ഒരു ഇടിയാന്ന് മതി അവിടെ കിടന്ന് കൊണ്ടത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി എനിക്ക്. അടി നമുക്ക് പെട്ടിയെടുക്ക് പോകാൻ വിടുന്നു. ഇനി കുറേ ദിവസം പുറത്തിറക്കണ്ട. അവരുടെ കണ്ട കുടലെടുക്കുന്ന അമ്മ ചുമ്മാ നിയമ നടപടി എടുക്കാലോ നമുക്ക്. നഗരം കൊണ്ട് രക്ഷപ്പെട്ട് എന്ത് നിയമ നടപടി? അതെ, ഇങ്ങോട്ട് നോക്ക്. ഒരു കാര്യം പറയട്ടെ, ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. ഇപ്പൊ വാങ്ങിയല്ലോ, ഇനി അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരിക്കാലോ അല്ലേ? ശബത്ത് കുത്തല്ലടി. അയ്യോ.